ഞണ്ട് രസം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ ഇച്ചിരി കൊത്തമല്ലിയും കൂടി ഇട്ട് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞണ്ട് രസമായാലോ? അതിന് ആവശ്യമുള്ള സാധനങ്ങൾ പെപ്പർ, ഇത് ഇത്രയും സാധനങ്ങൾ, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി. ഞണ്ട് ക്ലീൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം നമ്മൾ രണ്ടിൻ്റെ ചെറിയ കാലെല്ലാം കളയും. അത് കഴിഞ്ഞിട്ട് വലിയ കാലിൽ നമ്മൾ എടുത്ത് വെക്കും. ചെറുതെല്ലാം വേണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയേക്കണം. പിന്നെ ഇതിൻ്റെ ഈ തോട് ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ രണ്ട് സൈഡിൽ ഇത് കളയണം. ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഈ സൈഡും എല്ലാം കളഞ്ഞ് നമ്മൾ എടുക്കണം. ഇതിൻ്റെ കാല് നമ്മളിങ്ങനെ പിച്ചാത്തിയിട്ട് ഇങ്ങനെ തട്ടി കൊടുത്ത് അതങ്ങ് ഒടിഞ്ഞങ്ങ് പോകും. അതങ്ങ് ഒടിഞ്ഞ് ഇങ്ങനെ വേറെ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം വെക്കാം. ഈ ചെറിയ കാല് വേണമെങ്കിൽ മിക്സിയിൽ ചതച്ചങ്ങിടാം. കണ്ടോ, ഇതിൻ്റെ തോടെല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പെപ്പറും ചെറിയ ജീരകവും കൂടെ നമുക്ക് ഇടിച്ചെടുക്കാവേ. ഇടിച്ചതൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി. അടുത്തത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം. പാടാണെങ്കിൽ ചതയ്ക്കാൻ നല്ല രുചിയാണ്. ചെറിയ ഉള്ളി ചതച്ചത് മാറ്റി വെച്ച് തക്കാളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാതെ തക്കാളി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വെള്ളം മാതിരിയായി. പുളി ആവശ്യത്തിന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ മറന്നുപോയായിരുന്നു വെള്ളത്തിലിടാൻ. അടുപ്പ് കത്തിച്ചു, ചട്ടി നമ്മൾ വെച്ചു. മിക്സിയുടെ ജാറിൽ ആ ചെറിയ കാലെല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഫിൽറ്റർ ചെയ്തെടുക്കാം. അടിച്ചു വെച്ച കാലെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തു. ഫിൽറ്റർ എടുക്കുമ്പോൾ നമുക്ക് ആ ഇത് വരത്തില്ല. കണ്ടോ, കടുക് പൊട്ടിയിട്ടുണ്ട്. ഇടിച്ച് വെച്ചേക്കുന്ന ചെറിയ ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞ് ഉണക്കമുളകും കറിവേപ്പിലയും പച്ചമുളക് ഓപ്ഷനിലാണ്. തൊണ്ടയിൽ ഇട്ടാൽ മതി. ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുക. ചട്ടി പൊട്ടാതെ നോക്കണേ. അതുപോലെ നമ്മൾ ഈ രണ്ട് കഴിയുമ്പോൾ ഒത്തിരി നേരം നമ്മൾ വെള്ളത്തിലിടണം. ഈ ദശയെല്ലാം പോകും. ഞാൻ ഈ ദശയെല്ലാം അങ്ങനെ തന്നെ ഇടുവാന്ന്. ചെറിയ കാലാണ് മിക്സിയിൽ അരച്ചെടുത്തേക്കുന്നത്. അങ്ങനെ അത് മൂത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടിടും. കല്ലുപ്പാണ് ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ഗെയ്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അരച്ചൊക്കെ ഞണ്ടിൻ്റെ സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. എന്നാലും നന്നായിട്ട് മണമൊക്കെ നല്ല അടിപൊളി ഫ്ലേവറൊക്കെയാണ് വരുന്നത്. എല്ലാം മൂത്തിടുന്ന് നമ്മൾ തക്കാളിക്കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശകലം കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഞാനിത് ആദ്യം ഷോർട്ടായിട്ട് ഇടാനാണെന്ന് വിചാരിച്ചത്. പക്ഷേ എന്നെപ്പോലെ അറിയാൻ വയ്യാത്ത ഒത്തിരി പേര് കാണുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്, വീഡിയോ പോലെ ആക്കുന്നത്. ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയെല്ലാം മൂത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ചിരുന്ന ഞണ്ടിൻ്റെ ചാറ് അങ്ങോട്ട് ഫിൽറ്റർ ചെയ്ത് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അടുത്തത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അന്നേരം അത് തിന്നാനും നല്ല രുചിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ ഇനി ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ അടച്ചു വെച്ച് 10 മിനിറ്റ്